പ്രിയമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 8 തിങ്കളാഴ്ച പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ. ഇന്ന് കാലത്ത് 5:45 സെന്റ് തോമസ് ഫൊറോനപ്പള്ളിയിൽ നിന്നും ജപമാല പ്രദർശനത്തോടെ ആരംഭിച്ചു. തുടർന്ന് മറ്റം നിത്യസഹായ മാതാ തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലി, അതിനുശേഷം ആരാധന, ദിവ്യകാരുണ്യ ആരാധന കാലത്ത് ആരംഭിച്ച് വൈകിട്ട് 4:15 വരെ അഖണ്ഡ ജപമാല. അതിനുശേഷം സിസ്റ്റർ ഷാൻ മരിയ SABS നേതൃത്വം നൽകുന്ന മരിയൻ പ്രഭാഷണം, തുടർന്ന് ആഘോഷമായ ദിവ്യബലി. അതിനെ തുടർന്ന് മറ്റം തീർത്ഥകേന്ദ്ര ചുറ്റിയുള്ള ജപമാല പ്രദക്ഷിണം, തുടർന്ന് നേർച്ച വിതരണം. എല്ലാവരെയും മറ്റം നിത്യസഹായ മാതാ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മയോട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഈ കുന്നിപ്പുറത്തിരുന്ന് ഈശോയെ ആരാധിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ആദ്യമായിട്ട് ജപമാലയോട് നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധയുടെ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ അരൂപിയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എനിക്ക് അനുഭവമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു ചലഞ്ച് വെച്ചു മദർ തെരേസയുടെ അടുത്ത്. ഞാൻ ആരാധനയുടെ അടുത്ത് പോയിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുനമ്പുച്ചി മഠത്തില് ആരാധന മഠത്തില് 3 ദിവസം 8 മണിക്കൂർ ആരാധന എഴുതിച്ചു വെക്കും. ചില ദിവസങ്ങളിൽ അല്ലാതെ രാത്രി മുഴുവൻ നൈറ്റ് വിജിലുണ്ട്. അപ്പോ ആരാധന മുമ്പിൽ ഞാൻ മിക്ക ദിവസങ്ങളിൽ ആരാധന വിളിച്ചു വയ്ക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് ആരാധന വിളിച്ചു വയ്ക്കാൻ അനുവാദമുണ്ട് ആരാധന മടക്കാർക്ക്, പക്ഷെ വാഴ്വ് തരാൻ അനുവാദമില്ല. അപ്പൊ ആരാധന എടുത്ത് ഈശോയെ എടുത്ത് സക്രാരിക്ക് വെക്കാനും ആർലിക്കേക്ക് എടുത്ത് വെക്കാനും ഞങ്ങൾക്ക് അനുവാദമുണ്ട് ആരാധന. അപ്പൊ ഞാൻ മിക്ക ദിവസം മഠത്തിൽ ആരാധന വിളിച്ചു വെക്കുന്ന ആളാണ്. ഈ ആരാധനയുടെ ബാക്കിന് ചില്ലില്ലേ ഇങ്ങനെ തുറക്കുമ്പോൾ അതിനുള്ളിൽ ഈശോയെ വെക്കുന്ന ആ ഒരു പാത്രത്തിന് പറയുന്ന പേരാണ് ചന്ദ്രക്കല. അപ്പൊ ചന്ദ്രക്കലയുടെ ഷേപ്പാണ്. അപ്പൊ ആ ചന്ദ്രക്കല വെച്ചിട്ട് ചില്ല് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചില്ലിന് വിട്ടുപോകുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഫെവിക്വിക്കൊക്കെ വെച്ച് അത് ഒട്ടിച്ചു ചില്ല. പക്ഷെ ആ ചില്ലും അപ്പഴേ ആ പാടായി ഫെവിക്വിക്കില്ല. അപ്പൊ എനിക്കൊരു വിഷമം, ഈശോയെ രാജാതിരാജനെ അതിൽ വെക്കാനായിട്ടൊരു വിഷമം. ഞാനിങ്ങനെ അപ്പൊ എന്റെ മനസ്സിൽ വന്ന് ഈ മദർ തെരേസ ആരാ നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആരാധന മുമ്പിലിരുന്ന് മദർ തെരേസയോട് ഒരു ചലഞ്ച് വെച്ചു. അതെ, ഈ അർലിക്കയുടെ ചില്ല് ഇങ്ങനെ വിട്ടുപോകും. ഇതാണ് അർലിക്ക. ഈശോരിക്കുന്നതിനെ പറയുന്ന പേരാണ് അർലിക്ക. അപ്പൊ ആ അർലിക്ക
അമ്പിക്കയുടെ ചില്ല് വിട്ടുപോകുന്നു. മദർ തെരേസ ഈ അത്താഴയിൽ ഉണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു അമ്പിക്ക തന്നെ. ഞാൻ ചില്ലൊട്ടിച്ചത് ആകെ വൃത്തികേട്. ഇത്ര സർവശക്തനിരിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ഈ അമ്പിക്കയുടെ ചില്ല് വിട്ടത് കൊണ്ട് എനിക്ക് പുതിയ അമ്പിക്ക തന്നെ മദർ തെരേസ എന്ന് പറഞ്ഞു. ഞാനത് ഡിമാൻഡ് വെച്ചു. എന്നാലും ഞാൻ ടോക്ക് പറയുള്ളൂ എന്ന് പറഞ്ഞു. മദർ തെരേസ സാധിച്ചു. നിങ്ങൾക്കറിയോ, ഒരു അമ്പിക്കയ്ക്ക് ഈശോയെ വെക്കുന്ന ഒരു അമ്പിക്കയ്ക്ക് മീഡിയം സൈസിന് 35,000 രൂപ മിനിമം ഉണ്ട്. ആ ഒരു ഡിമാൻഡാണ് വെച്ചത്. എന്നാൽ ശലോകാരോട് ഞാൻ ഒക്കെ പറഞ്ഞിട്ട് ഒക്കെ പറയണം. ഞാൻ പുറത്തിറക്കിയപ്പോഴ് ഞാൻ അറിയുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ എന്റെ മകളുടെ കല്യാണമാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം. ഞാൻ പഠിപ്പിച്ച കുട്ടിയെ, അപ്പൊ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ കുറെ പൈസക്ക് പാവങ്ങൾ 15 ലക്ഷം അവര് പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പാലൂരി മനുഷ്യൻ പാലൂരിൽ നടക്കാറുണ്ട്, മലയാറ്റൂരിൽ നടക്കാറുണ്ട്. സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വീടാണ്. അപ്പൊ ഈ മനുഷ്യൻ 15 ലക്ഷം ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കേണ്ട കല്യാണത്തിന്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് കേട്ടുന്നു. അപ്പൊ ഞാൻ ഓരോന്ന് കേട്ടപ്പോൾ ദൈവത്തിന് സ്തുതി, ദൈവത്തിന്. അപ്പൊ ഞാൻ എന്നെ ചോദിച്ചു, സിസ്റ്ററിന്റെ മനസ്സിൽ വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എന്താ പറയാ, ഒരു എന്തൊരു പതിയില്ല, ടെലിപ്പതി എന്തൊരു പതിയില്ല. അതെ, ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്ക് മനസ്സിലായി. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞു, ഞാനൊരു ഡിമാൻഡ് വെച്ചിറങ്ങിയാണ് ഈശോനെ വെക്കാനായിട്ടുള്ള അമ്പിക്ക എനിക്ക് വേണമെന്നുള്ളത്. അപ്പൊ ചേട്ടൻ ഒരു വാക്ക് പോലെ എതിർപ്പ് പറയാതെ ചേട്ടൻ അത് ഞാൻ തന്നു കഴിഞ്ഞു. അപ്പൊ ഈ മനസ്സിലായി മദർ തെരേസ ആണെന്ന് മനസ്സിലായി. ഞാൻ ശാലോകാരോട് പറഞ്ഞു, ഞാൻ ഒക്കെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച 28,500 രൂപ പ്രസന്റ് കവറിന്റെ വില കൂടി എന്റെ അമ്പിക്ക പണത്തിൽ കൊണ്ടുവച്ചിട്ട് വെച്ചിട്ട് ഇത് ലൈറ്റൊക്കെ വെച്ചിട്ട് അമ്പിക്കാം. ഞാൻ എങ്ങനെ കൊണ്ടുവരും അമ്പിക്ക എടുത്ത് അത്താഴെ കയറി വരുമ്പോ കല്ലേലുയ 2 കലവീശി കല്ലേലുയ. ഞാൻ ഈ അമ്പിക്ക അത്താഴെ കൊണ്ടുവരുമ്പോ ഒറ്റ പാട്ട ചെവിയില് നിന്റെ രാജ്യം വരെ ഇങ്ങനെ പാടി ചെന്ന് ചെവിയില്ല. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ട് ഈ അമ്പിക്ക കൊണ്ടുവന്നേ? രാജാക്കന്മാരുടെ രാജാവിനെ. ദൈവജനമേ, 3 പ്രാവശ്യം ഞാൻ എന്റെ ഈശോയെ നേരെ കണ്ടിട്ടുണ്ട്. വലതുകരം വെട്ടി ഹല്ലേലൂയ, ഇടതുകരം വെട്ടി ഹല്ലേലൂയ, 2 കരം വീശി ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും ദേവാലയത്തിലെ വിശുദ്ധ കുർബാന കൂനമൂച്ചി പള്ളിയിൽ കൊടുക്കുമ്പോൾ ഞാൻ എന്റെ കൈ തണുത്തു. പേടിച്ചിട്ട് എനിക്ക് പേടിയാണ്. ഈശോ, എനിക്ക് തൊടാൻ യോഗ്യതയില്ല എന്ന് എനിക്കറിയാം. കർത്താവെ, സ്വീകരിക്കാൻ യോഗ്യതയില്ല, തൊടാൻ യോഗ്യതയില്ല. ഞാൻ ഉറക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലേക്ക് കൊടുക്കും. ഈശോയുടെ തിരുശരീരം തിരുരക്തം ഉറക്കെ പറഞ്ഞ് സാവധാനം ഞാൻ കൊടുത്തു പോകണം. എനിക്ക് യോഗ്യതയില്ല. ഇതെന്റെ എല്ലാ ദിവസവും ഹൃദയത്തിൽ ഈശോ നാവിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തരണം. ജീവനുള്ള ദൈവത്തിന്റെ പൾസ്. അതുകൊണ്ട് മക്കളെ, ജീവനുള്ള ദൈവം ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എന്നൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ട് അമ്മയെ മഹത്വപ്പെടുത്താം. നമുക്ക് കൊച്ചൊരു കാര്യം കൂടി, ഞാൻ ഡോക്ടറേറ്റ് ചെയ്തു എന്നോട് ആന്റണി പറഞ്ഞു. പ്രിയ ദൈവജനമേ, ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്ന ആ കാലഘട്ടത്തില് എന്റെ അടുത്ത തിങ്കളാഴ്ച സിസ്റ്റർ ചീഫ് പോണി ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്ടോബറിൽ കോൺവൊക്കേഷൻ ആണ്. ഞാൻ ഡോക്ടറേറ്റ് കെമിസ്ട്രിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡോക്ടറേറ്റിന്റെ കാലഘട്ടത്തിലെ 2ാമത്തെ പേപ്പർ ഓരോന്നും കർത്താവിനോട് ആലോചന ചോദിച്ചു. നിങ്ങൾ എങ്ങനെ ആലോചന? മക്കളെ, നിങ്ങൾ ഇന്നും ഓടി നടക്കണ്ട. ഒരാളുടെ അടുത്തും നിങ്ങൾ ദൈവഗീത ഓടി നടക്കണ്ട. നിങ്ങളുടെ അടുത്ത് ദൈവം ഇന്നും തിരുവോസ്തി ജീവിക്കുന്നു, ദൈവവചനത്തിൽ ജീവിക്കുന്നു. നിങ്ങൾക്ക് ഈശോയുടെ ഒരു കാര്യം ചോദിക്കണം. 2 കല്യാണക്കാരും വന്നു. ഒരു കല്യാണക്കാരും ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. നിങ്ങൾ ഓടിയോണ്ട് അടക്കം 10 പേരോട് ചോദിക്കുക ഏതാ വേണ്ടത്. പിന്നെ കർത്താവിനോട് ആദ്യം ആലോചിച്ച് ചോദിക്കേണ്ടത് സിസ്റ്റർ പറഞ്ഞുതരാം. ഞാൻ ചെയ്യാറുള്ളതും നിങ്ങൾ വിശുദ്ധമായ ഹൃദയത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇത് വെച്ചാൽ എന്താ, മനസ്സിന് ആരോടും വിഷമം പാടില്ല, ഒരാളോടും വിഷമം പാടില്ല. നാവിനെ കൺട്രോൾ ചെയ്യണം. ഒരാളെ പോലും കുറ്റം പറയാനായിട്ട് ആ സ്വഭാവം എടുത്തു മാറ്റണം. കുറ്റം പറയുന്ന സ്വഭാവം എടുത്തു മാറ്റണം. ആരെയും താഴ്ത്തി അവഗണിച്ച്, കാരണം പരിശുദ്ധ കുർബാന പരമപരിശുദ്ധനായ ദൈവം വരുന്ന നാവ് ശുദ്ധമായിരിക്കണം. വിലകെട്ടവ പറയാതെ സദ്വചനം ഉച്ചരിച്ചാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെ. ജെറമിയ 15:19. ഞാൻ ഒരു നോന്നല്ല ഈശോ നയിക്കുക. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ പോകുന്ന ക്ലാസ്. ഞാൻ പക്ഷെ കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട്, ഉള്ളിനുള്ളിൽ മനസ്സിലൊരു അകലം ആ വ്യക്തിയോട് പണ്ട് വേദനിപ്പിച്ച കാര്യങ്ങൾ പാടില്ല മക്കളെ. തന്നെ കുരിശിൽ പിടഞ്ഞവൻ തിരുവോസ്തിയായിട്ട് ഇത്രയും എളിമപ്പെട്ട് നമ്മുടെ മുമ്പിലിരിക്കും.
സ്വീകരിക്കുന്ന കർത്താവ്, കുരിശോളം ക്ഷമിച്ച കർത്താവ്, മനസ്സിൽ ഒരാളോട് പോലും ചെറിയ സങ്കടത്തിൽ പോലും സ്നേഹത്തിനെതിരായിട്ടുള്ള ഒരു ചെറിയ തെറ്റ് പോലും നിന്റെ മനസ്സിലുണ്ടായാൽ വിശുദ്ധ കുർബാന നിനക്ക് അനുഭവമാവില്ല. എന്നാൽ നിന്റെ മനസ്സ് മുഴുവൻ സ്നേഹം കൊണ്ട് നിറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചവരെ മുഴുവൻ അനുഗ്രഹിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാചിക്കണം. ഒരു ജപമാല ചൊല്ലി അമ്മയോട് പറയണം, അമ്മേ എന്നെ ഒരുക്കണേ, പരിശുദ്ധ കുർബാന യോഗ്യതയോട് സ്വീകരിക്കാൻ ഒരുക്കണേ. കാരണം അമ്മയാണ് പ്രിയപുത്രനെ വളർത്തിയത്, അമ്മയാണ് ആദ്യത്തെ ബലി അർപ്പിച്ചത്, അമ്മയാണ് കാൽവരി കുരിശിന് ചുവട്ടിൽ നിന്നത്. അമ്മയ്ക്കറിയാം, പുത്രന്റെ പൾസിനെ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മയോട് പറയണം, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എന്നെ ഒരുക്കണമെന്നുള്ള ഒരു ജപമാല ചൊല്ലിയിട്ട് വേണം പരിശുദ്ധ കുർബാനയ്ക്ക് പോവാൻ. കുമ്പസാരം ചൊരുങ്ങി ഒരാളെ പോലും കുറ്റം പറയുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ ഇഷ്ടംപോലെ സഹനങ്ങളുണ്ടാവും. അമ്മായിയുണ്ടായിരിക്കും, മരുമകളുണ്ടായിരിക്കും, നാട്ടുകാരുണ്ടായിരിക്കും, വീട്ടുകാരുണ്ടായിരിക്കും. പക്ഷെ സ്തേഫാനോസിനെ പോലെ കല്ലെറിയുമ്പോഴേ പരിശുദ്ധ അമ്മയെ പോലെ കാൽവരി കുരിശിന് ചുവട്ടില് കളിയാക്കൽ പരിഹാസങ്ങൾ കിട്ടപ്പോഴേ ഏഴ് സങ്കടങ്ങളുടെ സാഗരങ്ങള് ഈ നീതി കടന്ന അമ്മയെ പോലെ എല്ലാ സമചിത്തതയോടെ സ്വീകരിക്കണമെന്ന് പ്രിയ ദൈവ മക്കളെ, വിശുദ്ധ കുർബാന ഒരു അഭിഷേകമായിട്ട് മാറിയാൽ ഇതിനുള്ള ശക്തി പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് വിശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടെ, മനസ്സോടെ, ശരീരത്തോടെ പരിശുദ്ധ കുർബാന അമ്മയുടെ സഹായം യാചിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഉള്ളിൽ നാവിലുള്ള കർത്താവിനെ ഒരല്പനേരം സ്തുതിച്ചുകൊണ്ട് കർത്താവിനോട് സംസാരിച്ച്, ഈശോയെ ഈ കല്യാണം വേണം, ഈ ജോലി എന്റെ മക്കൾക്ക് വേണം, ഇന്ന പറമ്പ് വിൽക്കാനുണ്ട് കർത്താവ്, എന്താ ചെയ്യേണ്ടത്? സംസാരിക്കുന്ന ദൈവമാണെന്ന് എന്റെ ബ്ലഡിലെടുത്ത് ഒപ്പിട്ട് തരാൻ നിങ്ങൾക്ക് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് മക്കളെ. നമ്മൾ അനാഥരല്ല, പരസ്പരം വ്യക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൂടെ, നിന്റെ ഹൃദയത്തില്, നിന്റെ ചങ്കില് നിനക്ക് ഉത്തരം തരാൻ, നിന്റെ തകർച്ചയിൽ നിന്നെ സഹായിക്കാൻ ഇതാ നിന്റെ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേലാൽ അവിടെ ഓടി നടക്കുക, അവിടെ കർത്താവുണ്ട്. ഞാൻ ഓർക്കുകയാണ് ദൈവജനമേ, വാശി പിടിച്ചെന്താ പറയുന്നത്, ചങ്കിലൊക്കെ എഴുതി വെച്ചിട്ട് അതൊക്കെ പറയാൻ പറ്റില്ല. ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുമ്പോഴേ ഈ 2 പേപ്പർ നമ്മൾ പബ്ലിഷ് ചെയ്യണം. അതായത് ഞാനൊരു എൻ്റെ ഒരു ആർട്ടിക്കിൾ ശാലോ മാഗസിനിൽ കൊടുക്കണേ. ശാലോ തന്നെ ചെയ്യും, അത് വായിച്ചു നോക്കി സ്റ്റാൻഡേർഡുള്ള സാധനം നോക്കിയിട്ട് നല്ലതല്ലെങ്കിൽ അതൊരു വേണ്ട അല്ലെങ്കിൽ അവരെ സ്വീകരിച്ച് ശാലോമിൽ അത് പബ്ലിഷ് ചെയ്യും. അപ്പൊ അങ്ങനെ 2 ആർട്ടിക്കിൾ കൊടുക്കണമായിരുന്നു. അപ്പൊ ആദ്യത്തെ ആർട്ടിക്കിൾ കൊടുക്കണേ ഈശോട് ചോദിച്ചു, ദിവ്യകാരുണ്യത്തിന്റെ തിരുവോസ്തി നാവിൽ വരുമ്പോഴാണ് ചോദിച്ചത്, ഈശോയെ ഏത് ജേർണലിൽ കൊടുക്കണം ഇത്? ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ത്യൻ ജേർണൽ ഓഫ് കെമിസ്ട്രി. ആരുടെ എന്തായാലും ISRO, നമ്മുടെ റിസർച്ച്, ഇന്ത്യയിലെ റിസർച്ച് നടത്തുന്ന സയന്റിസ്റ്റുകൾ, അവരുടെ ഒരു ജേർണലാണ് ISRO, ഇന്ത്യൻ ജേർണൽ ഓഫ് കെമിസ്ട്രി. അതിൽ പബ്ലിഷ് ചെയ്തോളാം പറഞ്ഞു. ഈശോ അങ്ങനെ കേട്ടോ, ഞാനെന്റെ ബുദ്ധി കൊണ്ടല്ല, തിരുവോസ്തിയിൽ കർത്താവ് പറഞ്ഞല്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഏതാ വേണ്ട ഈശോയെ വെച്ചു. രണ്ടാമത്തെ സെർബിയൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ജേർണൽ ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് കെമിസ്ട്രി ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ജേർണൽ ഉണ്ട്. പക്ഷെ പറഞ്ഞു കറണ്ട് കെമിസ്ട്രി ലെറ്റേഴ്സിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ രണ്ടാമത്തെ ജേർണലില് ഞാൻ പേപ്പർ കൊടുത്തു. അപ്പൊ ആദ്യത്തെ ജേർണലില് പേപ്പർ, 2 ജേർണലില് അവരതിനെ സ്വീകരിച്ച് അവർ ഒപ്പിട്ടാല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യത്തെ ജേർണൽ അവർ സ്വീകരിച്ചു, അവർ ഭാരതദാസ യൂണിവേഴ്സിറ്റി ഒപ്പിട്ടു. ഓക്കെ, സിസ്റ്ററിന്റെ പേപ്പർ നല്ലതാണ്, കുഴപ്പമില്ല, ഞങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പേപ്പർ വന്നപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അവർക്ക് സംശയം. അവർ പറയണേ, ഞങ്ങൾക്ക് ഒന്നുകൂടി ഡിസ്കഷൻ വെക്കണം, ഞങ്ങൾക്ക് ഒന്നുകൂടി മീറ്റിംഗിൽ വെക്കണം. എന്നിട്ട് സിസ്റ്ററാന്ന് അവർക്ക് അറിയില്ല, സിസ്റ്ററാന്ന് യൂണിവേഴ്സിറ്റിക്കാർക്കൊന്നും അറിയില്ല, എൻ്റെ പഴയ പേരായിട്ട് എടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി അത് പാനൽ മീറ്റിംഗിൽ വെച്ചിട്ട് ഞങ്ങൾ ഡിസിഷൻ എടുക്കുള്ളൂ. അപ്പൊ ഞാൻ വെച്ച് ദൈവമേ ഇത് പുലിവാലായില്ല, കാരണം ഇവർക്കൊരു സംശയം വന്നാൽ നമ്മൾ പെട്ടു. അതുകൊണ്ട് ട്രിച്ചിയിലെത്തി ആരാധനയുടെ മുമ്പിനെ ഞാൻ ചെന്നിരിക്കുകയാണ്. കർത്താവെ, ഒരു പിടിച്ചു വെച്ചിരിക്കുന്ന പേപ്പർ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പൊ പെട്ടെന്ന് എന്നോടൊന്ന് പറയണം, മക്കളെ ഇത് കർത്താവ്, ഇത് ജീവനുള്ള ദൈവം. പെട്ടെന്നൊരു സ്വരം തിരുവോസ്തിന്ന്, ഇപ്പൊ നീ യൂണിവേഴ്സിറ്റിക്ക് പോവുക, യൂണിവേഴ്സിറ്റിയിലെ മെയിൻ ഡോർ കിടക്കുമ്പോൾ ഒരു മനുഷ്യനെ നീ കാണും, അയാൾ നിന്റെ അടുത്തേക്ക് വരും, അയാളോട് കാര്യം പറഞ്ഞിട്ട് തിരിച്ചു പോകണോ, റിസർച്ച് സെക്ഷനിലേക്ക് പോകണ്ട, റിസർച്ച് സെക്ഷൻ വേറെയാണ്, അതിലേക്കൊന്നും പോകണ്ട, ഈ മനുഷ്യനോട് കാര്യം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു.
പെട്ടെന്ന് ഈ സ്വരം കേട്ട വഴി ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും കൂടി ഞങ്ങൾ യാത്ര യൂണിവേഴ്സിറ്റിക്ക് ട്രിച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അത് കഴിഞ്ഞ് പോകണം, 1 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് യാത്രയായി. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഡോർ കടക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു മനുഷ്യ സിസ്റ്റർ വയ്യാതിരിക്കുക പറഞ്ഞു, എൻ്റെ പേപ്പർ ഇങ്ങനെ ഐ ഡിഡ് ഗെറ്റ് റെക്കമെൻഡേഷൻ ഫോർ മൈ സെക്കൻഡ് പേപ്പർ, എൻ്റെ പേപ്പർ അംഗീകരിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി, അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതാണ്. ആ മനുഷ്യൻ ഒറ്റ വാക്ക്, യു ഡോണ്ട് വറി, ഐ വിൽ അപ്ഡേറ്റ്. നീ പേടിക്കണ്ട സിസ്റ്റർ, പേടിക്കണ്ട, തിരിച്ചു പോകുമ്പോൾ ഐ വിൽ അപ്ഡേറ്റ്. ആ മനുഷ്യൻ നവംബർ 22-ാം തീയതി 2024 നവംബർ 22-ാം തീയതി എൻ്റെ ഡിഫൻസ് കഴിഞ്ഞവരെ എല്ലാ ഒഫീഷ്യൽ എന്നൊക്കെ അവസാനത്തെ ഒരു സിഗ്നേച്ചർ ഒക്കെ ഉണ്ട്. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ അയാൾ സിഗ്നേച്ചർ ചെയ്യുകയില്ല. ആ സിഗ്നേച്ചർ കിട്ടാൻ ഞാൻ ചെന്നപ്പോയിട്ട് അയാൾക്ക് തരുന്ന ആൾ ശരിക്കും ലൈബ്രറിയുടെ ഇൻചാർജുള്ള മനുഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ. മനുഷ്യൻ നമുക്ക് ഇതിനോട് പരിചയം എടുക്കാൻ യൂണിവേഴ്സിറ്റി പോയി എളുപ്പമല്ല കാര്യങ്ങൾ. അപ്പൊ ഞാൻ ചെന്നപ്പോഴേക്കും അയാൾ എഴുന്നേറ്റ് പോയി അവിടെ നിന്ന്. ആ മനുഷ്യൻ നോക്കിയിട്ട് അയാൾ തിരിച്ചു വരാം. 5 മണിക്ക് യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്യും, 4:45 വരെ ആ മനുഷ്യൻ തിരിച്ചു വരുന്നില്ല. ഞാൻ എന്നെ ഈശോ പറഞ്ഞ ആ മനുഷ്യനെ വിളിച്ചിട്ടു, സാറേ എനിക്ക് സൈൻ തരുന്ന മനുഷ്യനെ അവിടെ കാണാനില്ല, അയാൾ ഒന്ന് വേഗം വരാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വലിയൊരു മനുഷ്യൻ അയാൾ ചേംബറിലായിരുന്നു, അടുത്ത കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ എക്സാമിനർ, അതിന്റെ അയാൾ ചേംബറിൽ മീറ്റിംഗ് കൂടിയൊക്കെയായിരുന്നു. ആ മനുഷ്യൻ അതിനുള്ളിലേക്ക് ഈ മനുഷ്യൻ ഈശോ നിയോഗിച്ച ആ മനുഷ്യനെ കൊണ്ടുപോയി എന്റെ തീസിസിന്റെ സിഗ്നേച്ചർ വാങ്ങി 4:55 യൂണിവേഴ്സിറ്റി അടയ്ക്കുന്നതിന് മുമ്പ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് കർത്താവാണ്. ആ തീസിസില് ഓരോ അതിന്റെ ഹെഡിങ് എന്തെഴുതണം, അതിൽ അക്നോളജ്മെന്റ് ആർക്കൊക്കെ നന്ദി പറയണം, അത് തുടങ്ങിയത് സിസ്റ്റർ എക്നോളജ്മെന്റ് നന്ദി ഒരു പേജ്, ഫസ്റ്റ് പേജ്, അതില് നന്ദിയുടെ വചനം വെച്ച് കർത്താവ് തുടങ്ങാൻ പറഞ്ഞു. കർത്താവ് ചെയ്തത് സങ്കീർത്തനം 107:1 വെച്ചിട്ട് കർത്താവ് അത് വചനം വെച്ച് ഈ തീസിസ് ചെയ്യാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കറിയോ ഈ തീസിസ് നമ്മുടെ പുസ്തകം റിസർച്ച് ചെയ്ത് നമ്മുടെ പുസ്തകം ഇത് പോകുന്നത് ഈ ഇന്ത്യയിൽ ഒരാളുടെ കയ്യിലേക്ക് പോകും, ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഒരാളുടെ കയ്യിലേക്ക് പോകും, തമിഴ്നാട്ടിൽ ഒരാളുടെ കയ്യിലേക്ക് പോകും. ഇത് നോക്കാനായിട്ട് എൻ്റെ ഒരു മാർക്ക് ഇടും, ഗ്രേഡ് ഇടും. ആരുടെ കയ്യിലേക്ക് പോകണമെന്ന് നമുക്കറിയില്ല. എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഈ വചനയ്ക്കും വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ, സാറ് ഒരു ക്രിസ്ത്യാനിയാ, ഈ വചനയ്ക്കും വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പടി പാടും. കാരണം ഇന്ത്യയിൽ ആരുടെ കയ്യിലേക്ക് ഇത് പോകണമെന്ന് അറിയില്ല, ഔട്ട് ഓഫ് ഇന്ത്യയിൽ ആരുടെ കയ്യിലേക്ക് പോകണമെന്ന് അറിയില്ല. അതൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ അതിനോട് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അപ്പാടെ തീസിസ് ചവറ്റുകൊട്ടയിലേക്ക് ഇടും. എന്നാ സാറിന് പറഞ്ഞു, സാറേ ഈ വചനം വെച്ചിട്ട് അത് ചവറ്റുകൊട്ടയിലേക്ക് ഇടണമെങ്കിൽ എനിക്കറിയാം ഞാൻ സകല മത്യന്റെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ. കർത്താവ് ഇങ്ങനെ നോക്കിയപ്പോ ഒരു കാര്യം, ഒരു തമാശ ഓർമ്മിക്കട്ടെ. ഞാനിപ്പോ ടെൻഷൻ അടിച്ച് കുറച്ച് നേരത്തെ, കാരണം നമ്മുടെ വലിയ വലിയ ആൾക്കാരെന്ന് ഇങ്ങനെ പറയുമ്പോഴേ നമുക്കൊരു ഇച്ചിരി അസ്വസ്ഥത വരും. വീണ്ടും ഞാൻ ആരാധനയിലേക്ക് പോയി, ചിലവിടെ നിത്യാരാധനയുണ്ട്, ആരാധനയ്ക്ക് അദ്ദേഹത്തിലേക്ക് പോയപ്പോ ഒരു സ്വരം കർത്താവ് തന്നു. ഇങ്ങനെയാണ് യെശയ്യാ 66:9, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമ്പോഴേ ഇത്രയും ഞാൻ എത്തിച്ചിട്ട് ഈ വാല്യുവേഷൻ ഇത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കൺട്രോൾ ചെയ്യുന്ന ചരിത്രത്തെ. പ്രിയമക്കളെ, ഞാനിത് എന്റെ ഈ ഇന്ത്യയില് ആസാമില് IIT-യിൽ വർക്ക് ചെയ്യുന്ന പുകൾ എന്ന സാറിനാണ് എന്റെ ഈ പഠന തീസിസ് പോയത്. അത് പിന്നെ തായ്ലാൻഡില് ഒരു സാറിന്റെ അടുത്തേക്ക് 2 നല്ല പ്രൊഫസേഴ്സ്, ഈ പുകൾ എന്ന സാറിന്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് തായ്ലാൻഡ് ഔട്ട് ഓഫ് ഇന്ത്യയിലേക്ക് എന്റെ ഈ പോയത്. അവർ രണ്ടുപേരെയും കൂട്ടിട്ട് ഇപ്പൊ രണ്ടുപേരും അവരുടെ ഡിസ്കഷൻ ചെയ്ത് ഈ പുകൾ എന്ന് പറഞ്ഞ ആസാം IIT-യിലെ മനുഷ്യൻ അദ്ദേഹത്തിന് എന്റെ സ്റ്റുഡന്റിന്റെ PhD ഗൈഡായിരുന്നു. എങ്ങനെയോ അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ വന്ന് അവരെ അവസാനം റിപ്പോർട്ട് വന്നത് ഹൈലി കമന്റഡ്, ഏറ്റവും നല്ല തീസിസ് ആയിട്ട് ആ വചനത്തിന്റെ ശക്തി നിറവേറി കർത്താവ് ഒപ്പുവെച്ചു. പ്രിയ ദൈവമക്കളെ, ഇതിനൊക്കെ കാരണം ഈ അമ്മയുണ്ട്. അമ്മയെ കൂടാതെ ഒരു ആധ്യാത്മികത പറ്റില്ല. അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മ ഡോക്ടറെ കാണിച്ച ഡോക്ടർ മിക്ക കേസുകളും ഇങ്ങനത്തെ കേസുകളില് ഈ കുട്ടി മരിച്ചു പോകാറുണ്ട്. ഇവരുടെ ഭയങ്കര സങ്കടം. 4 കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ട്
ഞാൻ ആരാധനയുടെ മുമ്പിലിരുന്നു. കർത്താവേ പാവുണ്ട് കേട്ടോ, 4 പോയില്ലേ, 5 കൊടുക്കലടാ അങ്ങനെ പറഞ്ഞപ്പോഴ് വെള്ള ടവലില് ടർക്കിയില് നീ അത്താഴയും എടുത്തിരിക്കുന്നത് കർത്താവ് കാണിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവരെ കണ്ട് സങ്കടപ്പെടേണ്ട, മാതാവിന്റെ കുട്ടിയുടെ ഒരു ഫോട്ടോ കൈവച്ച് നെഞ്ചത്ത് വെച്ച് കിടന്നു. എന്നിട്ട് സംഗീത 107 3 ചെല്ലിക്കുളം ആ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ പ്രസവിച്ച ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് ഈ അമ്മയുടെ അടുത്ത് നന്ദി പറയാനാണ് ഈ ദേവാലയത്തിന് പിന്നെ ഞാൻ അവരോട് പറഞ്ഞത്. കൈയടിച്ച് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുന്നത് പുത്രന്റെ ഇഷ്ടം. നിങ്ങൾക്കറിയോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അമ്മമാര് പുറത്തേക്ക് ഇറങ്ങുമ്പോഴ് പുറത്തുനിന്ന് ഒരാൾ പറയുന്നത് ചേച്ചിയുടെ അമ്മ അല്ലെങ്കിൽ ചേട്ടന്റെ അമ്മ എന്തൊരു നല്ല അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് കരയോ? ഇല്ലേ? നമുക്ക് സന്തോഷവും അല്ലേ? ഇതുപോലെ തന്നെ പ്രിയ ദൈവമക്കളെ, സ്വർഗത്തില് ത്രിദ്വൈക ദൈവം കഴിഞ്ഞു കഴിഞ്ഞാല് 2ാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക്. വലത് കരപ്പേർത്തി ആവേ മരിയ, ആവേ മരിയ. അമ്മയുടെ നെടുവീർപ്പിന് അത്രയും വിലപ്പെട്ടതാ. പരിശുദ്ധ നെടുവീർപ്പിട്ടാൽ ത്രിത്വം ഇറങ്ങി വരും. ഒരു കുടിക്ക് വലത് കരപ്പേർത്തി ആവേ മരിയ, ആവേ മരിയ. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ദേവാലയത്തിൽ വന്ന് ഞാൻ ഇവിടെ ഉണ്ടായ കാര്യങ്ങളുണ്ട്. ഇത് അമ്മയുടെ ആലയം. നേരത്തെ ഒരു കാര്യം കൂടെ ഈശോയിട്ട് ഓർമ്മിക്കാനായിട്ട് നേരത്തെ ഒരു ഉത്സവപ്പെട്ട കാര്യം എന്റെ ഒരു സജഷൻ കൂടി സിസ്റ്റർ പറഞ്ഞപ്പോ നല്ല ആർട്ടിക്കയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ ആർട്ടിക്ക നോക്കിയപ്പോഴേ നിങ്ങൾക്ക് അർക്കയിലും കർത്താവിനിരിക്കുന്ന സിംഹാസനം ഏറ്റവും മനോഹരമാക്കിയിട്ട് ഇത് കുറച്ച് കളറാക്കി പോയിട്ട് ഫെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള ആർട്ടിക്ക വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റും. നല്ല തിളങ്ങുന്ന സിംഹാസനത്തിൽ എന്റെ കർത്താവ് ഇരിക്കണം. വലുതരമത്തെ ബാക്കി എല്ലാം മനോഹരമായിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. പച്ചപ്പൂക്കൾ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ ഞാൻ പ്ലാസ്റ്റിക് പൂക്കൾ കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. കർത്താവേ, ഇത് ആരാന്ന് അറിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ആരാധിച്ചാൽ അല്ലെ? ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പരമ പരിശുദ്ധനായ ദൈവം. ദൈവങ്ങളെ ഇന്നലെ ഒരു കുടുംബം എന്നോട് പങ്കുവെച്ച്, സിസ്റ്റർ ഞങ്ങൾ വനമാതാവിന്റെ പള്ളിയിൽ വലിയൊരു അത്ഭുതം കണ്ടു. എന്താണ് എന്ന് വെച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഈ വനമാതാവ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അവര് പറഞ്ഞത് അവരറിയുന്ന ഒരു വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളാണ്. ആ വീട്ടിലേക്ക് ഇവരുടെ സ്വന്തം അനുജത്തിയുടെ വീട് അവിടേക്കൊന്നും കേട്ടില്ല. അവിടുത്തെ ആ വീട്ടിലുള്ളവര് ഇവരെ ബന്ധുക്കളത് കേട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഇങ്ങനെ വിഷമിച്ച് എങ്ങനെയാ ഇത് കൂട്ടിമുട്ടിക്കാന്ന് വെച്ച് വിഷമിച്ച് ഈ പള്ളിയിൽ വന്നപ്പോ ഈ വ്യക്തി ഈ പള്ളിയിൽ മുൻകൂട്ടി പ്രാർത്ഥിക്കുന്നു. പ്രശ്നം കൂടാതെ ആ വ്യക്തിയെ കണ്ട് വളരെ സന്തോഷമായിട്ട് സംസാരിച്ച് തിരിച്ചു പോന്നപ്പോ അവർ എന്നെ വിളിച്ചിട്ടുണ്ട്, സിസ്റ്ററെ വനമാതാവ് ചിന്തക്കാരിയല്ല, കടകളടിച്ച് പരിശുദ്ധ അമ്മയെ ദൈവമക്കളെ പരിശുദ്ധ അമ്മയെ നിങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോഴ് എത്രയധികം പുത്രൻ വരാൻ സന്തോഷിക്കുന്ന എന്റെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തില് ഈശോ എപ്പോഴും ചില വെളിപ്പെടുത്തലുകൾ തരുമ്പോഴ് ആദ്യം ഈശോ പറയാറുള്ളത് ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ അമ്മ. ആദ്യം ഈശോ എന്ന് പറയുന്നത് എന്റെ അമ്മയെന്ന് പറയുന്നത് ഞാനാണ് ഈശോ. പല വ്യക്തിപരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ആദ്യം അമ്മയാണ് കാണിച്ചു തരാറ്. ഇതെന്റെ അമ്മയെന്നുള്ളത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തില് 1 മുതൽ 11 വായിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുകയും സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ. അപ്പൊ സുരക്ഷിതത്വം വേണോ? നീ ഇതനുസരിച്ച് പ്രവർത്തിച്ചോ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. 11 ചൊല്ലി വലതുകരം ഉയർത്തി. കുഞ്ഞുങ്ങളെ വലതുകരം ഉയർത്തി നന്നായി ഉയർത്തിക്കോ. ഈ സമയത്തൊക്കെ ചിലപ്പോൾ കെട്ടുകൾ കൊണ്ട് കൈയുടെ വേദനയ്ക്ക് വിട്ടുമാറുന്ന അനുഭവം കർത്താവ് തരും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്കുകൾ സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം
അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പുത്രന്റെ മേൽ ആർക്ക് അവകാശം? പുത്രന്റെ മേൽ ആർക്ക് അവകാശം? പുത്രന്റെ മേൽ ആർക്ക് അവകാശം? പുത്രന്റെ മേൽ ആർക്ക് അവകാശം? അമ്മയ്ക്ക്. എത്രത്തോളം വചനത്തിലെ പുത്രന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ സുരക്ഷിതരായിരിക്കണമെങ്കിൽ അമ്മയോട് കൂടെ ചേർന്നുള്ള ഒരു ആത്മീയ യാത്രയായിരിക്കണം. അമ്മയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു യാത്ര ജയിക്കില്ല. അമ്മയെ മാറ്റി നിർത്തിയിട്ടുള്ള യാത്ര പൂർണ്ണതയിൽ എത്തില്ല. വലതുവരെ പ്രതി ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്റെ പ്രിയ ദൈവമക്കളെ. ഇന്നലെ ഞാനിങ്ങനെ അമ്മേനെ അടുത്തിരിക്കുമ്പോ എന്റെ ജീവിതത്തില് അമ്മയും ഈശോയും പിതാവും ഇവര് ചേർന്ന കമ്പനി ഫ്രണ്ട്ഷിപ്പിന്റെ വളരെ രസമാണ്. നിങ്ങൾ കൂട്ടുപിടിച്ച് നോക്കിയ മനുഷ്യരിൽ ആശ്രയിച്ച പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവരെ കൂട്ടുപിടിച്ച് നോക്കിയ ഓരോ ഇന്നത്തെ സംഭവം ഞാൻ മറന്നുപോയി. ഇതിനെ ഓർമ്മിക്കണം. എനിക്ക് വിളിക്കുമ്പോൾ ഞാൻ പ്രോഗ്രാം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കൃത്യസമയത്ത് എത്തണമെന്നും ശരി അങ്ങനെ നിബന്ധനയുള്ള ആളാണ്. ഞാൻ വിചാരിച്ചു പൊന്നമുച്ചി മടത്തിന്ന് 3:45 വരാം. അവിടെ ചേട്ടനെ ഏൽപ്പിച്ച് 3:45 ഇറങ്ങണം. ചാലക്കുടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങള് കൊണ്ടുവരാനുണ്ട് മഠത്തിലേക്ക്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ആ ചേട്ടൻ കിടക്കുന്നത് തൃശ്ശൂരാണ്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ പുലിക്കടയാണ്. റൗണ്ട് മുഴുവൻ ബ്ലോക്കാക്കി 2 മണി വിളിക്കാം. അപ്പൊ ചേട്ടൻ 2 മണിക്ക് ഞാൻ വിളിക്കുമ്പോഴേ ഒരു ഐറ്റം കൂടി കിട്ടാനുണ്ട്. തൃശ്ശൂർ സിസ്റ്റർ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റൗണ്ട് മുഴുവൻ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്ക് അറിയില്ല, സിസ്റ്റർ പറയണം 3 മണിക്ക് 3:30 അവിടെ എത്തുന്നില്ല, എനിക്കിത് ഏൽപ്പിച്ചിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. അപ്പൊ എനിക്ക് ആരാധന എന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അവിടെ ആരാധന ഈശോയെ എന്നോട് ചോദിച്ചിട്ട് അത് ക്ലോസ് ചെയ്യണം. അപ്പൊ ആരാധനയുടെ പ്രാർത്ഥന ചൊല്ലി അത് ക്ലോസ് ചെയ്ത് ഈശോയെ ചക്രാനിക്ക് എടുത്തു വെക്കണം. ഈ ചേട്ടൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ മഠത്തിൽ ഏൽപ്പിക്കണം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് വേണം. ചേട്ടൻ പറയണേ നടക്കില്ല എന്ന് തോന്നുന്ന സിസ്റ്റർ പൊക്കോ, ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചോളാം മഠത്തില്, രക്ഷയില്ല എന്ന് പറഞ്ഞ പുലിക്കളിയുടെ ബ്ലോക്ക് തുടങ്ങി. ഞാൻ പെട്ടെന്ന് ചേട്ടനോട് പറഞ്ഞു, ഇത് അമ്മയുടെ ദിവസം, ഇത് പരിശുദ്ധ അമ്മയുടെ ദിവസം. ജീവിതത്തിൽ കൂട്ടായ അമ്മയെ കൂട്ടുപിടിച്ചാൽ ഒരിക്കലും അവിടെ കൈവിടില്ല മക്കളെ. അത് കഴിഞ്ഞ് കുറച്ച് പിടിച്ചപ്പോ ചേട്ടനോട് പറയാം, എന്റെ സിസ്റ്റർ എന്റെ മുമ്പിലേക്ക് ഒരു ആംബുലൻസ് വന്നു. ഞാൻ ആംബുലൻസിന്റെ പിന്നാലെ എടുത്തു വണ്ടി. 3:15 ഷാർപ്പ് മഠത്തില് അമ്മ ആ വ്യക്തി അയച്ചു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയ ദൈവമക്കളെ, സുരക്ഷിതരായിരിക്കാൻ അമ്മയെ കൂട്ടുപിടിച്ചോ. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടി. ഇത് പറഞ്ഞ് പ്രഭാഷക പുസ്തകം 3-4 വാക്യം വലതുതരപ്പെടുത്തി ചൊല്ലി അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഈ പൂനമുച്ചി മഠത്തില് ഞാന് വന്ന് ആ മഠത്തില് ജോയിൻ ചെയ്ത ആ സമയത്ത് ഞാൻ പൂനമുച്ചി മഠത്തിന്റെ മുമ്പിൽ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പൊ അതിനെ നോക്കിയപ്പോൾ അതിന് നിറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് കയറാൻ പറ്റില്ല അതില്. ഈ ആൺകുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചത് എളുപ്പമല്ല, അതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ പൂനമുച്ചി ഇടവകയിലൊരു അധികം ആൾക്കാരെ എനിക്ക് പരിചയമായിട്ടൊന്നുമില്ല. അപ്പൊ ഒരു പയ്യനെ എനിക്ക് ആൽബിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ എനിക്ക് പരിചയം. ഞാൻ അവരോട് വിളിച്ചിടാം, ഒന്ന് വരാമോ, ഈ മാതാവിനെ ഒന്ന് തുളച്ചു തരാമോ, അവിടെ ഇരുന്ന പൊടിയൊക്കെ കളഞ്ഞു തരാമോ? അവൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ എപ്പോ വരാമെന്ന് പറഞ്ഞു. അവനൊരു കണക്കിന് അതിൻ്റെ ഉള്ളിൽ കയറി ഗ്രോട്ടോ ചില്ലിട്ടുണ്ട്. അതിനുള്ളിൽ കയറി മാതാവിനേക്ക് തുളച്ചപ്പോ ഇവൻ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, സിസ്റ്റർ UK പോവാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ തടസ്സമായിട്ട് നിൽക്കാൻ ബാക്കി പ്രൊസീജിയർ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നീ ആരെ തുടക്കണെന്ന് വെച്ചു. സൃഷ്ടാവിന്റെ അമ്മയെയാണ് തുടക്കുന്നത്. എനിക്ക് ബോധ്യമുണ്ടോന്ന് വെച്ചു. അവൻ പറഞ്ഞു, പിന്നെയല്ല, സൃഷ്ടാവിന്റെ അമ്മയെ തുടച്ചു കഴിഞ്ഞാൽ സൃഷ്ടാവ് വെറുതെ ഇരിക്കോ? അമ്മയെ മഹത്വപ്പെടുത്തിയാൽ ഭൗതികവും ആത്മീയവുമായ നിക്ഷേപവും അമ്മ തരുന്നുള്ളൂ. അവർ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആ കണ്ണുകളിലേക്ക് നോക്കിയേ, തുടച്ചിട്ടെന്ന് പറഞ്ഞു, അമ്മേ എന്റെ കാര്യം ഇങ്ങനെ കിടക്കണേ. നിങ്ങൾക്കറിയാം, 2 ദിവസത്തിനുള്ളില് ആ എല്ലാ കാര്യങ്ങളും ശരിയാവുകയും ആ കുട്ടി ഇന്ന് UK മനോഹരമായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ദൈവ മക്കളെ, ഈ ഇന്ന് രാവിലെ ഒരു ചേച്ചി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കിന്ന് പരിശുദ്ധ അമ്മയുടെ ഈ ജന്മദിനമാണ് എന്റെയും ഫീസ്റ്റ് ഡേ.
ഞങ്ങൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ല. നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ പേര് സ്വീകരിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ പുണ്യവാന്റെ പുണ്യവതിയുടെ വിശുദ്ധയുടെ ആ ദിവസമാണ് ഞങ്ങളുടെ ഒരു നല്ല ദിവസം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രവർത്തനങ്ങൾ കിട്ടുന്ന ദിവസം. ഇപ്പൊ ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് കുറെ പേര് ആശംസകൾ നേർന്നതോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്തതോ ഒന്നല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഇന്ന് രാവിലെ ഒരു ചേച്ചി എന്നോടൊന്ന് പറഞ്ഞു, ഒരു 4-5 മാസം മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് പോയപ്പോഴേ അവിടെയുള്ള ഒരു കൊച്ച് 23 വയസ്സുകാരൻ അവനോട് സംസാരിക്കുന്ന സമയത്ത് അവന് കുറെ എതിർത്ത് സംസാരിച്ചു എന്നെ. അതായത് അന്നെന്തോ ധ്യാനം നടക്കുന്നുണ്ടായി പള്ളിയിൽ. ഞാൻ അവരോട് പറഞ്ഞിട്ട് ആ ധ്യാനത്തിന് പോകും. ജോലി ഇല്ലാതെ വിഷമിക്കുന്ന കുട്ടി, അതായത് ജോലി ഇല്ലാതെ വിഷമിക്കുന്നു. പിന്നെ പള്ളി കയറാനാണ് ഇഷ്ടമില്ല, പിന്നെ പള്ളിയായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും ദൈവിക കാര്യങ്ങൾ പറഞ്ഞാലും എതിർത്ത് സംസാരിക്കാം. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കത്തിന്റെ അവിടെ എത്തുന്ന വെച്ചപ്പോൾ ഞാൻ അവിടെ നിർത്തി. കാരണം കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി, സമയമായിട്ടില്ലാന്ന് മനസ്സിലായി. പക്ഷെ എല്ലാ ദിവസവും ജപമാല ചൊല്ലുമ്പോഴും അതുപോലെ തന്നെ അൾത്താരയിലെ ഈ വിശുദ്ധ കുർബാനയുടെ സമയത്തും ഈ കുഞ്ഞിനെ കയറ്റി വലിവസ്തുവായിട്ട് വെച്ച് ഞാൻ പ്രവർത്തിക്കാറുണ്ട്. ദൈവമക്കളെ, ഇന്ന് രാവിലെ അമ്മയുടെ ഒരു ജന്മദിന സമ്മാനം പോലെ ഇന്ന് രാവിലെ ഈ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് എന്ന് പറയാ, എനിക്കൊരു അത്ഭുതം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു എന്താണ്? ഞാൻ പറഞ്ഞു അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളാണോ? അല്ല, എൻ്റെ മകൻ ജപമാല കഴുത്തിലിട്ട് ജപമാല ചൊല്ലി തുടങ്ങി. എന്നെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ ഇന്ന് തന്നെ എന്തൊരു എതിർപ്പായിരുന്നു പറയാ. ജപമാല, കുടുംബ പ്രാർത്ഥന, പരിശുദ്ധ കുർബാന, പള്ളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു അവൻ നഷ്ടപ്പെടാൻ അമ്മ അനുവദിക്കില്ല. അത്രയും സ്നേഹക്കടലായി അമ്മ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ദൈവമക്കളെ, ഈ അമ്മ എന്നോട് പറഞ്ഞു, അറിയോ ഞാൻ എത്ര ദിവസമായിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എന്റെ ചേച്ചിയുടെ ശരീരത്തിലെ മുഴുവൻ പാടുകൾ എന്നെ രാവിലെ കാണിച്ചു തന്നു. അതിൽ മുഴുവൻ ഈ വിറ്റുകൊള്ളുന്ന അങ്ങനൊരു അങ്ങനെ നായ ഈ ചേച്ചി ഒരു ആശാവർക്കറാണ്. അപ്പൊ ഒരു വീട്ടിൽ ചെന്നപ്പോഴും അവിടുത്തെ നായ ഈ ചേച്ചിയുടെ മേത്ത് കയറി തല മുതൽ അടി വരെ കടിച്ച് കീറി ഈ ചേച്ചീനെ. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ രക്ഷപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ ആ ചേച്ചി പറഞ്ഞതുണ്ട്, എനിക്കൊരമ്മയുണ്ട്, അവളെ എന്നേക്കാൾ ദുഃഖം അനുഭവിച്ചവളാ. അവൾക്ക് തന്റെ മക്കളെ കൈവിടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ജീവിക്കാം. ഞാൻ എന്റെ ജീവനോട് ആ ചേച്ചിനെ എല്ലാ പാടുകളും എന്നെ കാണിച്ചു. സിസ്റ്റർ അറിയോ, ഇത് ഈ അമ്മ ജീവിക്കുന്ന അമ്മയാണെന്ന് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ്. എവിടെ പോയാലും കൊണ്ടുനടക്കും ഈ കുഞ്ഞൊരു ബാഗിൽ എപ്പോഴും ഉണ്ടായിരിക്കും, ഏത് യാത്രയും ഉണ്ടായിരിക്കും. ഇതിന് കാരണമുണ്ട്. ഞാനൊരു വണ്ടി ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഒരു വണ്ടി വാങ്ങിച്ചു, കൽപ്പറ്റയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ആ വണ്ടി കൽപ്പറ്റയിൽ നിന്ന് ഈ വണ്ടി കൊണ്ടുവരണം. വണ്ടി കൊണ്ടുവരാനായിട്ട് കോവിഡ് കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ വണ്ടി അവിടെ വാങ്ങിച്ചിട്ട് വണ്ടിക്ക് നടത്താൻ പറ്റുന്നില്ല, ബോർഡർ നടത്താൻ പറ്റുന്നില്ല. നമുക്കറിയാം, ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകണമെങ്കിൽ കളക്ടറിലേക്ക് അനുവാദം വേണം, ഒഫീഷ്യൽ ലെറ്റേഴ്സ് വേണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങള് ഒരു ദിവസം വണ്ടി അവിടെ ഇട്ട സ്ഥലത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, സാങ്കേതിക അവർക്ക് അവരുടെ സ്ഥലത്തേക്ക് പല സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റുന്നില്ല ഈ വണ്ടി എടുക്കണമല്ല. അപ്പൊ ഞങ്ങള് ഒരു കാറില് 3-4 പേര് കളക്ടറിലേക്കും ലെറ്ററൊക്കെ മേടിച്ച് ഇവിടുന്ന് ഈ കൽപ്പറ്റയിലേക്ക് പോയ സ്ഥലങ്ങളിലൊക്കെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് അമ്മയുടെ രൂപ ഉയർത്തിപ്പിടിച്ച് ഞങ്ങള് ജപമാല ചൊല്ലിപ്പോയി. അവിടേക്ക് ഞങ്ങളെ കടത്തി വിട്ടു. കൽപ്പറ്റയിലെത്തി വണ്ടി സ്റ്റാർട്ടാക്കി കേട്ടപ്പോൾ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കാൻ വണ്ടി സ്റ്റാർട്ടാവില്ല, കുറെ ദിവസമായിട്ട് ഓഫാക്കി കിടക്കണം. ഈ വണ്ടി എന്തായാലും സ്റ്റാർട്ടാവില്ല. ഞാൻ നോക്കിയിട്ട് ഒരു വർക്ക്ഷോപ്പോ ഇല്ല, അവിടെ റിപ്പയർ ചെയ്യാനായിട്ട് ഒരാളെ കിട്ടാനില്ല, കോവിഡ് അടക്കം. അപ്പോ നമുക്ക് വേറെ മാനുഷിക ബുദ്ധിയിലേക്ക് ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ അവിടെ വെറുതെ എത്തി വണ്ടി നോക്കിയിരിക്കുക. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു കൊച്ചു രൂപമുണ്ട്, പരിശുദ്ധമ്മ. ഒരിക്കൽ പോലും സങ്കടക്കടലില് നിന്റെ തകർച്ചയില് കൈവിടാത്തൊരമ്മ
നിനക്ക് കൂട്ടായിട്ട് സ്വപ്നം തന്നിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് തന്റെ മക്കളുടെ വേദന അറിയാവുന്ന അമ്മയാണ്. അതുകൊണ്ട് ഈ അമ്മ കൂടെയുള്ള അമ്മയായതുകൊണ്ട് ഈ അമ്മയുടെ രൂപമെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റിയറിംഗ് സൈഡിലായിട്ട് വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി തുടങ്ങിയിട്ട് ഒറ്റ ഒരു മിനിറ്റ് കഴിഞ്ഞുള്ള വണ്ടി എത്ര മണിക്കൂറാ വണ്ടി സ്ഥലത്ത് കിടന്നു സ്റ്റാർട്ട് ആവാണ്ട് ഈ ജപമാല ചൊല്ലിടങ്ങി അമ്മയെ കയറ്റിയ വണ്ടി വെച്ച വഴി ഈ വണ്ടി സ്റ്റാർട്ടായി. ഒരു നന്നാക്കി തരാനായിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ബോർഡർ വന്നപ്പോ ഞങ്ങൾ ആഘോഷമായിട്ട് വിശന്നിട്ട് പാടില്ല, ഒരു ഹോട്ടലില്ല, ഒന്നുമില്ല, കുറച്ച് മിക്സർ കയ്യിലിരിക്കുന്നുണ്ട്. ആഘോഷമായിട്ട് ആ മിക്സർ നിങ്ങൾ 12 മണിക്ക് മുമ്പ് ബോർഡർ കടന്നിരിക്കുക. ഞങ്ങളുടെ ലെറ്റർ ഇൻവാലിഡ് ആവും. തന്നിരിക്കുന്ന ലെറ്ററിന്റെ ഒരു കാലാവധി ഉണ്ടല്ലോ കളക്ടർ തന്നിരിക്കുക. അപ്പൊ 11:55 ഞങ്ങൾ ബോർഡർ കടന്ന് കൃത്യം 11:55 കടന്ന് ഞങ്ങൾ ആഘോഷമായിട്ട് മിക്സറൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഒരു വാർത്ത വന്നിരിക്കുക, ആ ബോർഡറിൽ നിൽക്കുന്ന പോലീസുകാർ കോവിഡ് കിട്ടി 12 മണിക്ക് ശേഷം കടന്നു പോകുന്ന എല്ലാ വണ്ടിക്കാരും പിടിച്ചുകൊണ്ടിരിക്കുക. 11:55 ആ വണ്ടി അവിടെ നിന്ന് ബോർഡറിൽ കിടന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകരമുയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ പറഞ്ഞിട്ട് ഈ സെഷനെ കൺക്ലൂഡ് ചെയ്യാൻ ദൈവമക്കളെ, എനിക്ക് ഉറപ്പാണ് അമ്മയെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും നശിക്കില്ല, നിങ്ങളുടെ കുടുംബം നശിക്കില്ല. നമ്മുടെ കാരണന്മാരൊക്കെ എന്താ ചെയ്തത്? അവർക്ക് വല്ലാത്ത ആഴങ്ങൾ പരിപാടികളുണ്ടായിരുന്നു. തലം നനച്ച കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടണമാതിരി ടോക്കുകളും എല്ലാ കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന പണ്ട്. ഇപ്പോഴല്ല, എൻ്റെ അപ്പാപ്പൻ്റെ കാലഘട്ടമാണ് തന്നിട്ടുള്ള ഉണ്ടായിരുന്ന ഒന്നുണ്ടായില്ല. ദൈവം അവരെ കൂട്ടിപ്പിടിച്ച് പറയുന്നു. ഞാനൊക്കെയാണ് ഒരു ദിവസം പണ്ട് ചെറുപ്പത്തിലേക്ക് അന്ന് സിനിമയ്ക്ക് പോവാന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടായ്മ, അല്ലാണ്ട് ഈ സിനിമയുടെ രസം കൊണ്ടല്ല. അവിടെ പോയിട്ട് കപ്പലണ്ടി തിന്നാൻ കിട്ടും, എന്തെങ്കിലും തിന്നാൻ കിട്ടും. വീട്ടിലുള്ളവർ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഈ സിനിമയ്ക്ക് പോവാം. പണ്ട് ഞാനും അപ്പച്ചനും ഞങ്ങൾ കുടുംബക്കാർ ഒരുമിച്ച് ഈവനിങ്ങിൽ എന്തോ ഒരു സിനിമയ്ക്ക് പോണ വഴിക്ക് ഞങ്ങളുടെ വലിയപ്പാപ്പൻ ജപമാല ചൊല്ലി ഈ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരാം. അപ്പാപ്പനെ കണ്ടതേ സിനിമയിൽ പോയി എല്ലാം പോയി ഞങ്ങൾ തിരിച്ചോടി വീട്ടിലേക്ക്. ഇപ്പൊ കിട്ടും ഈ കുടുംബ പ്രാർത്ഥന സമയത്ത് സിനിമ കാണാൻ പോകുന്ന ഞങ്ങൾ തിരിച്ചോടിയ ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് വരാം. അവരുടെ ആയുധം എന്തായിരുന്നു? ഈ ജപമാലയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമാണ്, അവരില്ല അങ്ങനെ ജപമാല കൂട്ടിപ്പിടിച്ചിട്ട് ഏതെങ്കിലും തലമുറ നശിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം കൂടി പങ്കുവച്ചിട്ട് കുറേ അനുഭവങ്ങൾ അമ്മ തരുന്നായിരുന്നു. ഞങ്ങളുടെ ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ ഒരു ചേച്ചി വാവിട്ട് കരഞ്ഞ. അപ്പൊ ആ ചേച്ചിക്ക് ഈ ദിവസങ്ങളിലെ MRI സ്കാനിങ് ഒരു ജപമാല ചൊല്ലിയുള്ളൂ. ആ ജപമാല കഴിഞ്ഞപ്പോഴേക്കും അത് എവിടേക്ക് പോയെന്ന് അറിയില്ല. ഒരു കണ്ണീര് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീണെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് നിന്റെ കുടുംബത്തെ കൈകൊള്ളാൻ പറ്റില്ല. എത്രയോ അവസരങ്ങളിൽ വ്യക്തിപരമായിട്ട് അമ്മ ഇടപെടത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ അമ്മ ഈശോ സങ്കല്പങ്ങളും ആശയങ്ങളും കെട്ടുകഥകളും പിള്ളേർക്ക് ഒരു ജനറലൈസേഷനാണ്. എല്ലാം ഒന്നുമല്ല, അങ്ങനെയല്ലാതെ ഏക ദൈവമുള്ള യേശു ക്രിസ്തു പരിശുദ്ധ അമ്മയെ നമ്മൾ ഈ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ മത്തായിയുടെ സുവിശേഷം 12-46 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ അമ്മയും സഹോദരനും വന്നു നിൽക്കുന്നുണ്ട്. ഈശോ പറഞ്ഞൊരു കാര്യം എന്താ? ആരാണ് എന്റെ അമ്മയും സഹോദരനും? സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാ എന്റെ അമ്മയും. അമ്മയോട് ബഹുമാനമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളത് ചിന്തിച്ചു നോക്കുക. സാഹചര്യം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയാലേ, ഈശോയെ കുറിച്ച് ഇങ്ങനെ മറ്റുള്ളവർ പറയാണ്, ഈശോയ്ക്ക് ഇങ്ങനെ സുബോധം നഷ്ടപ്പെട്ടു, ഭക്ഷണം കഴിക്കില്ല, അലഞ്ഞിരിഞ്ഞടക്കാന്ന് അമ്മയുടെ ചെവിയിലെത്തിയപ്പോ അമ്മയെ തന്റെ ബന്ധുക്കളൊക്കെ വിളിച്ച് ഈശോനെ കാണാൻ ചെന്നപ്പോ ഈ അമ്മയെ ഈശോനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അമ്മയെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് ഈശോ പറഞ്ഞു, ധാരാന്നറിയ എന്റെ അമ്മ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റും. ഇതിന്റെ അർത്ഥം എന്താ? പ്രിയപ്പെട്ട ദൈവ മക്കളെ, പ്രസവിച്ചത് കൊണ്ട് മാത്രമല്ല ഈ അമ്മ അമ്മയായത്. പ്രത്യുത അമ്മ ദൈവവചനം ജീവിച്ചതുകൊണ്ട്, ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയതുകൊണ്ട് അമ്മ ഈശോയുടെ അമ്മയായത് ഈശോ പ്രഖ്യാപിക്കുകയായിരുന്നു. അവിടെ
പ്രസവിച്ചതുകൊണ്ട് മാത്രമല്ല, ആലോചിക്കും നമ്മുടെ ഇത് ഇങ്ങനെ അമ്മയെ ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞു, അതെ ഇങ്ങനെ ഇതെനിക്ക് സന്തോഷമായി ഈ സാരി ഉടുപ്പിച്ചെന്ന് കാണുമ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ നിന്നാ പോരാ, ഞാൻ എൻ്റെ അമ്മയുടെ ഈ സാരിയുടെ തുമ്പിൽ ഇങ്ങനെ പിടിച്ചു കിടന്ന മാതിരി ഞാൻ പിടിച്ചു കിടക്കൂട്ടോ, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടോ, അത്ര നാട് ഈ സാരി തുമ്പിലെ പിടിച്ചു വലിക്കൂട്ടോ എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ മോള് പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എന്ത് വെച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ ജപ്പാനും ചൊല്ലി, അമ്മേ ഞാൻ ഈ വീട്ടിൽ അമ്മമാരുടെ കൊച്ചുങ്ങൾ ഈ സാരി പിടിച്ചു കിടക്കുന്നമാരി ഞാൻ ഇവിടെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കൂട്ടോ, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ. കഴിഞ്ഞ ദിവസം ജപ്പാനെ ശുദ്ധീകരണ സ്ഥലമൊക്കെ നമ്മൾ സത്യമായിട്ട് മക്കളെ അത് ചിന്തിച്ച് നിത്യതയിലേക്ക് അമ്മ സഹായിക്കും. ജപ്പാനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു ചേട്ടൻ എന്റെ പുള്ളി വന്നത് എന്നോട് പ്രാർത്ഥന വെച്ചു. എനിക്ക് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ചേട്ടൻ കൊണ്ടിരിക്കുമേ കണ്ട ആരാധനയുടെ മുമ്പിൽ ജമാൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു ചേട്ടൻ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ കണ്ടപ്പോൾ ഈശോ ഇത് എത്ര നാൾ മുമ്പ് മരിച്ച ചേട്ടനാന്ന് വരുന്നു. ഞാൻ ആ വീട്ടിൽ വിളിച്ചു നോക്കുക, പരിശുദ്ധ ചൊല്ലിക്കാൻ കൊണ്ടു ചേട്ടന് വേണ്ടിയിട്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, നിത്യത. ചുമ്മാ കാര്യങ്ങളല്ല. സ്വർഗം നരക ശുദ്ധീകരിച്ച സ്വർഗത്തിലേക്ക് പോകണം. അമ്മയെ വിട്ടുപിടിച്ചു. നമ്മളെ പോലെ എല്ലാ ജീവിതത്തിലെ എല്ലാ വസ്തുക്കളിലും കടന്നു പോകുന്ന അമ്മ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ശ്രീ സെഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ വിശ്വാസം, അതായത് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അമ്മ ഏതറ്റം വരെ പോയോടെ ചിന്തിച്ചു. കാര്യത്തൊഴുത്തുന്നതേ താല്പര്യം വരെ. നമ്മളല്ല രണ്ടുപേരും പറയട്ടെ, നമ്മളിങ്ങനെ ഇവിടെ ആഘോഷമായിട്ടിരിക്കട്ടെ, രണ്ടുപേരും നമ്മളെ കിടന്ന് തെറ്റിദ്ധരിക്കട്ടെ, രണ്ട് വാക്ക് എതിര് പറയട്ടെ. അപ്പൊ നമ്മുടെ തനി സ്വഭാവം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖമൊക്കെ കാണാം. എന്റെ അടക്കം ക്ഷമ ചിന്തിച്ചു. കാൽവര്യം വരെ ആ പ്രിയപുത്രനെ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിലൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാലോ, തല്ലി ചതയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മോനെ തല്ലി ചതക്കട്ടെ, അപ്പൊ ആ വീട്ടുകാരുടെ നമ്മുടെ മുഖഭാവം ഇങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് രണ്ട് കൊടുക്കും. വായോ എന്നാ കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല, വായോ കൊടുക്കും അല്ലെ. അമ്മയുടെ പ്രിയപ്പെട്ട ദൈവം വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അമ്മ എത്രത്തോളം അതിനെ ആ ഒരു അമ്മയുടെ ധൈര്യം നോക്കി അത് നമ്മൾ വാങ്ങിച്ചെടുക്കും. അമ്മയിൽ തന്നെ ജപമാല എല്ലാ ദിവസം ചോദിക്കണേ, എന്നോട് കൃപ ചോദിച്ചു വാങ്ങണം. മറ്റൊരു സംഭവം, മറ്റൊരു കാര്യം അമ്മ പഠിപ്പിക്കുന്നത്, കർത്താവ് അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അമ്മ പഠിപ്പിക്കുന്ന ഒരുത്തരെ ഈശോ അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്ന് രാവിലെ ഒരു ചേച്ചിയോട് പറയാം, സിസ്റ്റർ എൻ്റെ മോന് മഞ്ഞപ്പിത്താണ്. ഞാനോട് ആ ചേച്ചിയുടെ ഒപ്പം വരുന്ന കൊന്തയില്ല, ആ ചേച്ചിയുടെ മോനെ സമർപ്പിച്ച് പ്രവർത്തനം പെട്ടെന്ന് ഈശോ അങ്ങനെ പറയാം, ചോദിച്ചു നോക്കിയ അവന്റെ ജീവിതത്തിൽ. ഞങ്ങൾ ജപ്പാനെ ചൊല്ലിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഒരു സ്വരം ഇവിടെ നിന്ന് വരാം, ചോദിച്ചു നോക്കിയ വ്യക്തിയെ കുറിച്ച്. ഞാൻ അതൊക്കെ കഴിഞ്ഞ ഞാൻ അമ്മച്ചിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ അമ്മച്ചി ചോദിച്ചു, ഈ മോൻ എങ്ങനെയുള്ളതായിരുന്നു സിസ്റ്റർ? ഈ മഞ്ഞപ്പിത്തം വരുന്നതിന് മുമ്പ് പള്ളിയായിട്ട് യാതൊരു നടത്തുന്നില്ല. മഞ്ഞപ്പിത്തം വന്നപ്പോഴാണ് പ്രാർത്ഥന തുടങ്ങി. പിന്നെ ഈ ജീവിതത്തിൽ അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഈ അമ്മച്ചിക്ക് ഈ മകന്റെ ആത്മാവാണോ ശരീരമാണോ വലുതെന്ന് വെച്ചു. ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത് ദൈവം അനുവദിച്ചിരുന്നത് മനസ്സിലായെന്ന് വെച്ചു. ദൈവത്തെ വിളിക്കാൻ വേണ്ടിയിട്ടാ മകനെ, ദൈവത്തെ വിളിക്കാനാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു ദൈവിക കാര്യം ചേർത്ത് നിർത്താൻ ചില സകലങ്ങൾ തകർച്ചകൾ. ഇവിടെ അമ്മ ജീവിതത്തില് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, ഈശോയെ അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവം എല്ലാ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു വ്യക്തി അവേ മരിയ, അടുത്തൊരു വ്യക്തി അവേ മരിയ, അവേ മരിയ. ഞാൻ കൊച്ചു കാര്യം വിളിച്ചെന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ അപ്പൻ ആക്സിഡന്റ് മരിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ, പണ്ടൊക്കെ ആക്സിഡന്റ് മരിക്കുമ്പോൾ ആൾക്കാരോട് ഞാൻ വളരെയധികം ഉപദേശം പറയുന്നു, ഓ ഇത് സ്വീകരിക്കണം, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉപദേശം പറഞ്ഞു. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴല്ലേ കർത്താവിന്റെ എളുപ്പമല്ലാന്ന് മനസ്സിലായി. ഒരു നിമിഷ നേരം കൊണ്ട് അപ്പച്ചനെ ഭൂമിയിൽ നിന്ന് കടന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകം കാണാൻ കൂടി കിട്ടിയില്ല. പള്ളി പോയപ്പോൾ അത് വേറെ രസം. പള്ളി നമുക്ക് ചില ചോദ്യങ്ങള് ഇത്ര പ്രാർത്ഥിച്ച് ഞങ്ങൾ നന്നായി ജീവിക്കണ്ട, എന്താ നന്നായി ജീവിക്കാത്തവർക്ക് എന്തൊരു കിട്ടണേ, നിങ്ങൾ ഇത്ര നന്നായി ജീവിച്ചിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും കഷ്ടപ്പാടുള്ളൂ. ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായി. അതിനൊക്കെ ഉത്തരം ഞാൻ കണ്ടെത്തിയത്, ഞാനിങ്ങനെ ചോദിച്ചു, ദൈവമേ കണ്ട് ഷോപ്പിൽ പോയിട്ടില്ല, സിനിമയ്ക്ക് പോയിട്ടില്ല, പള്ളി പോയി പോയപ്പൻ വണ്ടിടിച്ച് മരിച്ചു. അത് പാവം ശുദ്ധതയുള്ള മനുഷ്യൻ, ഒരാളെയും ദ്രോഹിക്കില്ല, ജീവിതത്തിൽ ആരെയും ഒന്നും ലഭിക്കാത്ത മനുഷ്യൻ ഈ വണ്ടിടിച്ച് മരിച്ചപ്പോൾ പിന്നീട് കർത്താവ് എനിക്ക് മനസ്സിലായി, ഒരായിരങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആത്മാവിനെ അടുത്ത് കൊണ്ടുവന്നു. മാത്രമല്ല
ശരിക്കും കർത്താവിനോടൊരു സ്നേഹമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നിങ്ങളുണ്ടെങ്കിൽ അവസാന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കി തരുന്നേ. അപ്പം മരിക്കുന്നതിന് മുമ്പ് കുറച്ചു നാൾ മുമ്പ് തന്നെ അപ്പനെ ഭൂമിയിൽ നിന്ന് പോവാറായി, ഈശോയുടെ അടുത്തേക്ക് പോവാറായി വ്യക്തമായിട്ട് അമ്മ പറഞ്ഞത്. ഇത്രയും നാളോട് പോയി ഭൂമിയിൽ നിന്ന് ഒരു കൊച്ചുകാര്യം കൂടി ഇതിങ്ങനെ ഇവിടെ നിന്ന് ഒരു സ്വരം തന്നെ സിസ്റ്റർ നിങ്ങളോട് പറയണം, അതനുസരിച്ച് പറയട്ടെ. ഈ അമ്മയുടെ ജനനം ഒന്ന് ചിന്തിച്ചു നോക്കിയ മകളെ. നിങ്ങളിപ്പോ കൈമുട്ട് വേദന, കാലുവേദന, കൈവേദന, നടുവേദന, വീട്ടിൽ അമ്മായിമ്മ പോര്, മരുമോള് പോലും വീട്ടിൽ സാമ്പത്തികം വന്നിട്ട് ജോലി ഇല്ലാത്ത അവസ്ഥ. ഈ അമ്മയുടെ ജനനം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ യോവാക്കീമും അന്നയും കുഞ്ഞുങ്ങളില്ലാതെ കുറേ നാളെ ദേവാലയത്തിൽ ഇറക്കി വിട്ടു എന്ന് പറയുന്നത്. കുട്ടികളില്ലാതെ പോകാൻ ദേവാലയത്തിൽ ഇറക്കി വിട്ടു. ഈ പാവ യോവാക്കീം പോയിട്ട് കാട്ടിൽ 40 ദിവസം 40 രാവ് 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശേഷം സുന്ദരമാണ് നിൽക്കുന്നുണ്ടാക്കി അവിടെ ചെന്ന് കാണാൻ എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അങ്ങനെയാണ് പോയിട്ട് പിന്നെ അമ്മയുടെ ജനം ഇത്രമാത്രം വേദനിച്ചിട്ടുണ്ട് ബാക്കി മഞ്ഞി അർത്ഥമുണ്ട്. അത് ക്രൂശിതനെ നോക്കാനായിട്ട് ഇതിനെ പഠിപ്പിക്കുന്ന അമ്മയായത്. കർത്താവ് അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇന്ന് വരെ, ഇപ്പോൾ ഈ നിമിഷം വരെ നിന്റെ തകർച്ചകള് അറിയുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്ന സ്വന്തമുണ്ട്. വലത് കരത്തെ അവേ മരിയ, ഇടത് കരത്തെ അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഇവിടെ നിർത്തുകയാണ്. എന്നോട് പറഞ്ഞ ശാസ്ത്ര സിസ്റ്റർ മകളെ, നമ്മൾ അനാഥരല്ല, നമ്മൾ അനാഥരല്ല. നിങ്ങൾ നിങ്ങൾക്ക് പറയാം ഏത് അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾക്കധികം കഴിവുണ്ടായിരിക്കില്ല, നിങ്ങൾക്കധികം ഇങ്ങനെ മൈക്ക് പിടിച്ച് പ്രസംഗിക്കാൻ അറിയില്ല, ഒരു പക്ഷെ നിങ്ങൾക്കധികം വചനം പഠിക്കാൻ അതിങ്ങനെ ഓർമ്മ കിട്ടുന്നത് എന്തൊക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷേ നീ ഈശോയ്ക്ക് വിലപ്പെട്ടവരുടെ വിലപ്പെട്ടു, നീ ബഹുമാനിയ, നീ പ്രീതരിയ, നിന്റെ പൊന്നായ അമ്മയ്ക്ക് നിന്നെ വിട്ടിട്ട് ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റില്ല. വ്യക്തിപരമായിട്ട് സാന്നിധ്യത്തിൽ ഒരുപാട് അനുഭവമുണ്ട്. എനിക്ക് നിങ്ങളൊക്കെ ചെയ്തൊരു പറയാൻ, എൻ്റെ കൂടെ നടക്കുന്ന അമ്മയെ ഞാൻ കണ്ടതാണ്. ഞാൻ എവിടെ പോയാലും ഒരു ദിവസം എന്നോട് പറയാം, എന്നെ കൂട്ടുവിളിക്കണ്ട, തന്നെ പോകരുത്. വ്യക്തിപരമായിട്ട് എന്നോട് അമ്മ പറഞ്ഞ എന്നെ കൂട്ടുവിളിച്ചോ, എവിടേക്ക് പോയാലും ഞാൻ വരാട്ടാം, ഞാൻ എഴുതി അത് ടൈപ്പ് ചെയ്ത് ബൈബിളിന്റെ പുറകെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞ കാര്യം വ്യക്തിപരമായിട്ട് എന്നെ കൂട്ടിയിട്ട് പോകോട്ടാ, ഞാൻ നിന്റെ കൂടെ എവിടെ പോയാലും വരാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു വചനം തരുമെന്ന് വെച്ചു. അമ്മ എഴുതി തന്ന വചനം ജോഷുവ 1:9 ശക്തന്റെ നിന്റെ കൂടെ എവിടെ പോകുമ്പോഴേക്കും എന്റെ കൂടെ ഉണ്ട്. കർത്താവ് തുടങ്ങി നല്ല ദിവസം, പരിശുദ്ധ അമ്മയുടെ ജന്മദിനം, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ, നിക്ഷേപം കൂട്ടിയിരിക്കുന്ന മകൻ, സ്വർഗം പോലും അമ്മയെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിന് അമ്മയെ പിതാവായ ദൈവം വിളിച്ചത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. പുത്രനായ ദൈവത്തിന് അമ്മയായിരുന്നു. പരിശുദ്ധാത്മാവായ ദൈവം എലിസബത്തിലെ നിറഞ്ഞപ്പോഴേ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിളിച്ച് ത്രിത്വം അംഗീകരിക്കുന്ന ഉന്നത സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ. ത്രിത്വം അംഗീകരിക്കുന്ന അനുഗ്രഹമാക്കി മാറ്റിയ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കടന്നു വന്ന് തുടക്കത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മളെ ഒന്ന് പറഞ്ഞു തരുമ്പോൾ അരുളിയെ കുറിച്ച് പറഞ്ഞു. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് മാറ്റണം. അപ്പൊ അത് മിനിയാതെ കൂടി അച്ഛൻ്റെ സൂചിപ്പിച്ചു. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ അതിൽ ഇതുപോലെ തന്നെ അതിന് ക്ലാസ്സൊക്കെ വീണ്ടും ഒട്ടിച്ച് അതില് ഇങ്ങനെ പശയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഈശോ ഇരിക്കുന്ന അരുളിക്കുകയാണ്. അത് നമുക്കൊന്ന് മാറ്റും. അപ്പൊ എന്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ എന്തായാലും മാറ്റണം എന്നുള്ള ചിന്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിസ്റ്റർ നമുക്കൊരു എന്താ പറയുക മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തരികയാണ് നമുക്ക്.
എന്തായാലും നമ്മൾ ഈ ദിവസങ്ങളിലെ അരവിലേക്ക് മാറ്റും. എന്ത് തന്നെ ചെലവ് വന്നാലും ശരി, ഈ അരവിലേക്ക് നമ്മൾ മാറ്റും. എന്നോട് ഇപ്പൊ വീട്ടിലിരിക്കുമ്പോൾ എന്നോട് ഈശോ പറഞ്ഞത് അരവിലേക്ക് മാറ്റണം. അതെനിക്ക് സ്ഥിരീകരണമായിട്ട് തന്നത്. അപ്പൊ സിസ്റ്ററിലൂടെ നമ്മുടെ ഈശോ സ്ഥിരീകരിച്ച് തന്നത് മാത്രമേ. സിസ്റ്റർ കുറച്ച് സമയം എന്നോട് സംസാരിച്ചുള്ളൂ. സിസ്റ്ററിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റാത്ത അനുഭവങ്ങളറിയാം. എന്റെ പിള്ളേരുടെ മക്കളെ ഒരു മകൻ കൂടി ഉണ്ട്, മറുപടി ഇല്ല. അവരെ സ്കൂളിൽ ചേർന്ന സമയത്ത് ഈ പരിശുദ്ധിയാമയുടെ ഒത്തിരി സാന്നിധ്യം നടന്ന ഒരു സ്കൂളായിരുന്നു ഈ നിർമ്മലമാത സ്കൂൾ. ആ സ്കൂളിലേക്ക് ഞാനെന്റെ മക്കളിൽ ഈ മാതാവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ പിള്ളേരോട് ചേർത്തത്. ആ ചേർത്തതിന് ശേഷം പി ടി എ വിളിച്ചു. പി ടി എ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു പോയി. എന്റെ വൈഫ് ഉണ്ടായിരുന്നു, വൈഫ് കൂടിയുണ്ട്. അപ്പൊ പി ടി എ വിളിച്ച സമയത്ത് അവിടെ കുട്ടികളോട് പരിശുദ്ധിയാമ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പരിശുദ്ധിയാമയുടെ ഭയങ്കര സുഗന്ധാഭിഷേകമാണ്. എന്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, ഞാനിവിടെ വന്നു, ഇവിടെ മാതാവിന്റെ വലിയ സുഗന്ധം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ബഹറിലായിട്ട് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് എന്നോട് വൈഫ് ഫോണിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഈ സുഗന്ധാഭിഷേകം ആദ്യമായിട്ട് കിട്ടിയത് അപ്പോഴാണ്. വൈഫ് ഇയാളുടെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് ഇവിടെ സുഗന്ധാഭിഷേകം കിട്ടുന്നത് ആദ്യത്തെ പരിശുദ്ധ അമ്മയുടെ സ്പർശനം കഴിക്കുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ സംസാരിക്കുമ്പോൾ എനിക്ക് മാതാവിന്റെ സുഗന്ധം കിട്ടുന്നു. ഞാൻ അടുത്തൊക്കെ നോക്കിയത് പെർഫ്യൂം എന്തെങ്കിലും തട്ടിപ്പോയിട്ട് എന്തെങ്കിലും തോന്നും. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് പരിശുദ്ധിയോട് അടുക്കാനായിട്ട് ജവാദ് ചെല്ലാനും മാതാവിന്റെ വിവരപ്രതിഷ്ഠ ചെല്ലാനൊക്കെ ആയിട്ട് എനിക്കൊരു പ്രേരണ കിട്ടി. ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ പോയപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അനുഭവങ്ങളിലൂടെ ഒത്തിരി അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന സിസ്റ്റർ ഇവിടെ ഞാൻ വികാസനോട് ചോദിച്ചിരുന്നു, സിസ്റ്ററിനെ ഒന്ന് ഞാൻ വിളിച്ചോട്ടെ, മാതാവിന്റെ തിരുനാളിന് ദിവസമല്ല. അപ്പോൾ സിസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് അത് വൈകിയില്ല. എനിക്കെന്നെ പറഞ്ഞ സിസ്റ്ററിനോട് പറഞ്ഞു. അങ്ങനെ സിസ്റ്ററിനെ വിളിച്ചിട്ട് സിസ്റ്ററിന് തടസ്സം കൂടാതെ സമ്മതിച്ചു. അപ്പൊ സിസ്റ്റർ അങ്ങനെ ഞാൻ വന്നോളാം, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സമയം കൂട്ടിയത് അതിനെ സിസ്റ്റർ നമുക്ക് കടന്നു വരികയാണുണ്ടായത്. ഞാനിത് സിസ്റ്റർ ടാക്സ് പറയാനായിട്ട് അച്ഛനെ കാത്തു നിൽക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വമായി പരിശുദ്ധയുടെ മധ്യസ്ഥത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അമ്മയുടെ ശക്തമായ മധ്യസ്ഥവും ഈ തീർത്ഥയാത്രത്തിലുണ്ടാകാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ ധാരാളം അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കാൻ അമ്മയുടെ മധ്യസ്ഥതയുടെ ധാരാളം മനുഷ്യരി ഇവിടെ അറിയാനും ഇവിടെ അറിയുന്നവരെ ആശ്രയം അഭയം സ്വന്തമാക്കാൻ അവരുടെ പ്രാർത്ഥന ഇവിടെ എല്ലാം നിയമങ്ങളെ സംബന്ധിച്ചുകൊണ്ട് കർത്താവിനെ ആശീർവാദം ചെയ്യുന്നത് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൽ കരകളിതു ഭക്തിയുടെ മോചനമേ സർവ്വേശ്വരന്റെ കടാക്ഷം തൂഗണമേ വത്സലസ്വരനേ നിർമ്മലയായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം നിശിതാനാഥനെ വാഴ്ത്തിടുവിൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാത്തിരിപ്പിന് ശേഷം പരിശുദ്ധ ജനനത്തിന്റെ അവസാനം എന്നവണ്ണം ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്ത എല്ലാ നന്മകളെയും എല്ലാ മധ്യസ്ഥതയെയും നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. പ്രവർത്തിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? ഞങ്ങൾ സന്നദ്ധരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവജനനിയായ പരിശുദ്ധ കന്യാമറിയം തന്റെ പ്രിയപുത്രന്മാരുടെ ഗണത്തിൽ നിങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്താൽ നമ്മുടെ ഇടവകയിൽ സ്ഥാപിതമായിരിക്കുന്ന മാതൃസംഘത്തിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കുകയും ചേർക്കുകയും നിങ്ങൾ ഓരോരുത്തരെയും സംഘടനയുടെ അംഗങ്ങളായി തീർക്കുകയും ചെയ്യും. എത്രയും പരിശുദ്ധ മാതാവിനോടുള്ള നിങ്ങളുടെ സംയുക്ത പ്രാർത്ഥനയും സ്തുതിയും പരിശുദ്ധ അമ്മയുടെ എത്ര ദൈവങ്ങളുടെ മധ്യസ്ഥവും വഴിയായി ഈ ജീവിതത്തിന് മരണനേരത്തും അനാഥിയുടെ സഹായം നമ്മളെല്ലാവരും പ്രാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിശ്വസിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങയാണ് കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷ രഹസ്യങ്ങൾ. ദൈവപുത്രരെ, ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിരുമനസ്സ് നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രഹസ്യം നമ്മൾ കാഴ്ചവെക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ അമ്മയോടൊക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ആ കൃതജ്ഞതയുള്ളവരായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഈ രഹസ്യം നമുക്ക് ചെല്ലുവാനായിട്ട് പരിശ്രമിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ായ
തമ്പുരാന്റെ അമ്മ നീ കൂടെ നാഥനും കുമാരനേശു പരിഹിതയായ തമ്പുരാന്റെ അമ്മ ഭാവികൾ പ്രാർത്ഥിക്കണം ഇപ്പോഴും. മേരി എന്റെ അമ്മ നീ ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോഴും. പാപരഹിതയായ മേരി ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോഴും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ ഭാവികൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം ഇപ്പോഴും. പാപരഹിതയായ തമ്പുരാന്റെ അമ്മ നീ ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോഴും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോഴും. പാപരഹിതയായ മേരി തമ്പുരാന്റെ ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോഴും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്കാണ്. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും
പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ഹൃദയ ജീവിതങ്ങളിലേക്ക്, കുഞ്ഞു മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, എല്ലാ അമ്മമാരിലേക്ക്, അപ്പന്മാരിലേക്ക്, യുവജനങ്ങളിലേക്ക്, വൃദ്ധജനങ്ങളിലേക്ക്, രോഗികളിലേക്ക്, വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായ എല്ലാ മക്കളുടെയും, ഇവിടെ ജീവിക്കുന്ന അനാജാതി മതസ്ഥരായ മക്കളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഈ ദേശം മുഴുവനിലേക്ക് കർത്താവേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധ അമ്മയിൽ നിറച്ച അതേ പരിശുദ്ധാത്മാഭിഷേകം നിറച്ചൊഴുകണമേ. എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പൈശാചിക ശക്തികൾ വിടുവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, തിന്മകളിൽ നിന്ന് വിമുക്തമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, എല്ലാ അനുഗ്രഹങ്ങളും കൃപകളിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവേ ഇവിടെ ഒഴുക്കണമേ. നാഥനെ ചൊല്ലി കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹൃദയം കൊണ്ട് സ്തുതിക്കട്ടെ, ആത്മാർത്ഥമായി സ്തുതിക്കട്ടെ. ശക്തികൾ നോക്കട്ടെ, ബന്ധനം വഴിയട്ടെ, സ്വരം വീഴട്ടെ, ഇനിയും സർവ്വത്തെ അതായി സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവോടൊപ്പം സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന സ്ത്രീയന്മാരുടെ സഭയോട് ചേർന്നിട്ടുണ്ടാകാൻ സ്കൂളുകളെ അവയെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചികമായ ആക്രമണങ്ങൾക്ക് വിശുദ്ധ ഫ്രാൻസിസ് പ്രത്യേക വിടുതൽ നൽകാൻ അവയെ